ഒരിക്കൽ കൂടെ നിങ്ങളെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ വന്ദനം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ കേട്ട ദൈവത്തിൻ്റെ വചനം ഞങ്ങൾ പ്രകാരം വിശ്വസിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ശക്തമായ മാറ്റങ്ങൾ വരുത്തി അത് നിങ്ങളുടെ ജീവിതത്തിൽ പുത്തൻ വഴിത്തിരിവുകൾക്ക് കാരണമായി തീർന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഇന്നും ദൈവത്തിൻ്റെ വചനം നാം കേൾക്കാൻ പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടുത്തേക്ക് നമുക്ക് പോകാം. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം ഇപ്രകാരം പറയുന്നു: നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. റോമിലെ സഭ പ്രസിദ്ധമായൊരു സഭയായിരുന്നു. അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പ്രത്യേക ഇഷ്ടപ്പെട്ട സഭകളിൽ, പ്രത്യേകം താൻ ഇഷ്ടപ്പെട്ട സഭകളിലെ ഒരു പ്രധാന സഭയായിരുന്നു റോമിലെ സഭ. വിശേഷിച്ച് അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യമൊക്കെ നാം പഠിക്കുമ്പോൾ അങ്ങനെ തന്നെ ആ വചനത്തിൽ അത് കാണാനായിട്ട് കഴിയുന്നു. വളരെ വർഷങ്ങൾ പഴക്കമുള്ള സഭയ്ക്കാണ് പൗലോസ് ലീഗ ഈ ലേഖനം എഴുതുന്നത്. റോമാ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ റോം BC 753 സ്ഥാപിക്കപ്പെട്ട ഒരു പട്ടണമാണ്. മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് 24 കിലോമീറ്റർ ഉള്ളിലായി ടൈബർ നദി തീരത്താണ് ഈ നഗരം പണിയപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല പൗലോസിൻ്റെ കാലത്ത് ഏകദേശം 10 ലക്ഷം ആളുകളായിരുന്നു ആ പട്ടണത്തിലെ ജനസംഖ്യ. ശക്തമായ സ്വാധീനമുള്ള, എല്ലാ മതങ്ങളുടെയും സ്വാധീനമുള്ള ആ പട്ടണത്തിൽ ക്രൈസ്തവ സഭയുടെ ഉയർച്ച അത്ഭുതകരമായിട്ടായിരുന്നു. പ്രസിദ്ധമായ പഴയ നിയമത്തിലെ ഉദ്ധരണികൾ എടുത്ത് റോമിലെ സഭയ്ക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ ഓരോന്നും എടുത്ത് താൻ കർത്താവായ യേശു ക്രിസ്തുവുള്ള വിശ്വാസവും അപ്പോൾ തന്നെ ആത്മീയ ജീവിതത്തിൻ്റെ പ്രാധാന്യതയും പഴയ നിയമ ഭക്തന്മാരുടെ ജീവിതത്തിൽ എപ്രകാരമായിരുന്നുവോ അതെടുത്ത് പുതിയ നിയമസഭയിലെ ദൈവമക്കൾക്ക് ഉദാഹരണമായി വെളിപ്പെടുത്തി തരുന്ന വളരെ ശ്രേഷ്ഠകരമായ ഭാഗങ്ങൾ ഈ റോമാലേഖനത്തിലെ പ്രത്യേകതകളാണ്. 1-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം ലോകപ്രസിദ്ധമായ ഒരു വാക്യമാണ്. ഒരുപക്ഷേ 16-ാം നൂറ്റാണ്ട്, 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടം, 16-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭ കാലഘട്ടത്ത് ക്രൈസ്തവ സഭയ്ക്കകത്ത് വന്ന് കൂടിയ ഒരു ശക്തമായ ദുരുപദേശമായിരുന്നു പാപമോചന ചീട്ട് എന്ന് പറയുന്ന സമ്പ്രദായം. നവീകരണ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന പ്രവർത്തകരിൽ ഒരാളായിരുന്ന മാർട്ടിൻ ലൂതർ എന്ന് പറയുന്ന ദൈവഭൃത്യൻ, അദ്ദേഹത്തിൻ്റെ ചരിത്രങ്ങൾ നമുക്കറിയാം, ചരിത്രം പഠിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം. പാപമോചന ചീട്ട് പ്രത്യേക സഭാവിഭാഗം പുറപ്പെടുവിച്ചപ്പോൾ എന്ത് പാപം ചെയ്താലും, ഏത് പാപങ്ങൾ ചെയ്താലും മനുഷ്യരാൽ അതിനൊരു പരിഹാരം ഉണ്ടാകും. മനുഷ്യരാൽ സ്ഥാപിക്കപ്പെട്ട സഭകൾക്ക് അത് ക്ഷമിച്ചു കൊടുക്കാനുള്ള ഒരു അധികാരം സഭകൾ ഉണ്ടാക്കിയെടുത്തപ്പോൾ അതിനെതിരെ ശക്തമായ നീക്കങ്ങളുമായി പുറത്തു വന്ന ഒരാളാണ് മാർട്ടിൻ ലൂതർ. യേശു ക്രിസ്തുവിനെ ക്രൂശിൽ തറച്ച് കൊല്ലുന്നതിന് മുമ്പ് കർത്താവ് ശരീരമാസകലും മുറിഞ്ഞ ശരീരവുമായി കർത്താവ് കയറി പോയ പടവുകളിൽ മുട്ടുമേൽ ഇഴഞ്ഞ് കയറി ചെന്നിട്ട് ചെയ്ത പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പാപങ്ങൾ മോചിക്കപ്പെടുമെന്നുള്ള ഒരു പഠിപ്പിക്കൽ അന്നത്തെ പ്രധാന സഭാവിഭാഗം, ഞാനിവിടെ പേര് പരാമർശിക്കുന്നില്ല, ആ സഭാവിഭാഗം പറഞ്ഞിരുന്നു. അതനുസരിച്ച് ജനമെല്ലാം ദുരുപദേശത്തിൻ്റെ പിടിയിലേക്ക് അമരുകയും ജനം ശക്തമായ അന്ധവിശ്വാസത്തിലേക്ക് മാറ്റപ്പെടുകയും ചെയ്തപ്പോൾ ആ സമയത്ത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ജീവിക്കുന്നത് യേശുവിലുള്ള വിശ്വാസത്താലാണ്, പ്രവർത്തികളാലല്ല, വിശ്വാസത്താലാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ രൂപാന്തരം വരുന്നത്, പാപക്ഷമ ലഭിക്കുന്നത് എന്ന് മാർട്ടിൻ ലൂതറിന് മനസ്സിലായി. അങ്ങനെ ആ വചനത്തിൻ്റെ ആഴം താൻ ഗ്രഹിച്ചപ്പോൾ ലോകത്തിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ ജീവിക്കുന്നവർ യേശുക്രിസ്തുവിലെ വിശ്വാസത്താലാണ് ജീവിക്കുന്നത്, കാഴ്ചയാലല്ല എന്ന് താൻ വിശ്വസിച്ചു. മാറ്റങ്ങൾക്ക് ശക്തമായ മുന്നേറ്റം കൊടുക്കാൻ മാർട്ടിൻ ലൂതറിൻ്റെ ഹൃദയത്തിൽ തീപ്പൊരി പോലെ വീണ ഒരു വചനമാണ് 1-ാം അധ്യായത്തിൻ്റെ നാം വായിച്ച കുറുവാക്യം 1:17 എന്ന് പറയുന്ന വാക്യം. വിശ്വാസം എന്ന വിഷയം ഈ ലേഖനത്തിൽ ശക്തമായി പൗലോസ് ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ള വിശ്വാസ വീരന്മാരുടെ അനുഭവങ്ങൾ ഇതിനകത്ത് ചർച്ച ചെയ്തിട്ടുണ്ട്. വിശേഷിച്ച് 4-ാം അധ്യായം നാം പഠിക്കുമ്പോൾ അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ചില വാഗ്ദത്തങ്ങളെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൻ്റെ ഗൗരവം റോമിലെ ദൈവമക്കളെ പഠിപ്പിക്കാനായിട്ട് ഉദാഹരണമായി പൗലോസ് ലീഗ എടുക്കുന്നുണ്ട്. കർത്താവിലുള്ള വിശ്വാസം ഒരിക്കലും കാലഹരണപ്പെടുന്നതല്ലെന്നും
യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവൻ്റെ ജീവിതത്തിൻ്റെ മേൽ ശക്തമായ വിടുതലുകൾ വെളിപ്പെട്ട് വരികയും ചെയ്യുമെന്ന് ഉദാഹരണ സഹിതം പൗലോസ് നിരത്തുമ്പോൾ അതിന് പ്രധാനമായും താനെടുത്ത ഒരു ഉദാഹരണമാണ് അബ്രഹാമിൻ്റെ ജീവിതം. 4-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം നാം പഠിക്കുമ്പോൾ, അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തൻ്റെ ശരീരം നിർജ്ജീവമായി പോയത് സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജ്ജീവത്വം ഗ്രഹിച്ചിട്ടും താൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ മമ്രയുടെ തോപ്പിൽ അബ്രഹാമിനെ കാണാൻ ദൈവം കടന്നു ചെല്ലുമ്പോൾ തൻ്റെ ജീവിതത്തിലെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചൊരു സാഹചര്യമായിരുന്നു. ദൈവത്തിൻ്റെ വചനം നാം പഠിക്കുമ്പോൾ 18-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ 24 വർഷം മുമ്പ് താൻ കേട്ട ഒരു വാഗ്ദത്തം, ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കിക്കുക അബ്രഹാമേ, ഞാൻ നിനക്ക് അതുപോലെ സന്തതികളെ തരും. കടൽക്കരയിലെ മണൽത്തരികളെ നോക്കുക അബ്രഹാമേ, ഞാൻ നിനക്ക് അതുപോലെ മക്കളെ തരും എന്ന് പറഞ്ഞ് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പുറപ്പെടുക. ഐ വിൽ ബ്ലെസ് യു, ദെൻ ഐ വിൽ മേക്ക് യുവർ നെയിം ഗ്രേറ്റ് എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ വാഗ്ദത്തം നൽകി ദൈവം പുറത്തെടുത്ത ആളാണ് അബ്രഹാം. പ്രശസ്തിക്കും പദവികൾക്കും വേണ്ടി മനുഷ്യൻ നെട്ടോട്ടമോടുന്ന കാലഘട്ടത്തിൽ അബ്രഹാമിനോട് ദൈവം പറഞ്ഞ ഈ വാക്കുകൾക്ക് ഒത്തിരി പ്രസക്തിയുണ്ട്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞത്, ഐ വിൽ ബ്ലെസ് യു, ദെൻ ഐ വിൽ മേക്ക് യുവർ നെയിം ഗ്രേറ്റ്. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിൻ്റെ പേര് വലുതാക്കും. ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, നമ്മുടെയും നമ്മുടെ കുഞ്ഞുങ്ങളുടെയും നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം പേരുകൾ ദൈവം വലുതാക്കട്ടെ. പേരുകൾ വലുതാക്കാൻ വേണ്ടി മനുഷ്യർ നെട്ടോട്ടമോടുന്നൊരു കാലഘട്ടമാണ്. പ്രശസ്തിക്കും പദവികൾക്കും പിന്നാലെ മനുഷ്യർ നെട്ടോട്ടമോടുന്ന ഈ കാലഘട്ടത്തിൽ യേശു കർത്താവ് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ യഹോവയായ ദൈവം പറഞ്ഞ ഈ വാക്കുകൾക്ക് ഭയങ്കര പ്രസക്തിയുണ്ട്. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിൻ്റെ പേര് വലുതാക്കും. മനുഷ്യർ നമ്മുടെ പേരുകൾ ചീത്തയാക്കുമ്പോൾ ദൈവം നമ്മുടെ പേര് വലുതാക്കുന്നു. മനുഷ്യർ എന്നെ നിങ്ങളെ അപമാനിക്കുമ്പോൾ ദൈവം എന്നെ നിങ്ങളെയും മാനിക്കുന്നു. മനുഷ്യരെപ്പോഴും നമ്മളെ വിട്ടകലുന്നത് കഷ്ടങ്ങൾ വരുമ്പോഴാണ്. പക്ഷേ ദൈവം നമുക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് നമ്മുടെ കഷ്ടങ്ങളിലാണ്. 24 വർഷമായി ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ട് 86-ാമത്തെ വയസ്സിൽ അബ്രഹാമായിട്ട് ഹാഗാറുമായി ആ വാഗ്ദത്ത വിഷയങ്ങൾക്ക് ഒരു താൽക്കാലിക പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിച്ച കാര്യം നമുക്കറിയാം. പക്ഷേ അത് ഇന്നും ഒരു വലിയ പ്രശ്നമായി ലോകത്തിന് മുമ്പിൽ അവശേഷിക്കുന്നു. ഇസ്മായിലിൻ്റെ സന്തതികളും ഇന്ന് ലോകത്തിൽ ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള പ്രശ്നങ്ങളുടെ പ്രധാന കാരണമെന്ന് പറയുന്നത് 86-ാമത്തെ വയസ്സിൽ ദൈവഹിതമില്ലാതെ അബ്രഹാമായിട്ട് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാൻ പോയതിൻ്റെ പരിണിതഫലമാണ്. ലോകത്തിന് ഇന്ന് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നമായി അത് നിലനിൽക്കുന്നു. 24 വർഷമായി ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ മമ്രയുടെ തോപ്പിൽ താനിങ്ങനെ ഭാരപ്പെട്ടിരിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ തേടി ചെല്ലുന്നു. ദൈവത്തിൻ്റെ പ്രവർത്തികൾക്ക്, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ പ്രവർത്തികൾക്ക് 2 വശമുണ്ട്. ഒരു സന്ദർശന കാലവും ഒരു സന്ദർശന ദിവസവും. ദൈവത്തിൻ്റെ സന്ദർശന കാലത്തിൻ്റെ പ്രത്യേകത അബ്രഹാമിൻ്റെ ജീവിതം അതിന് ഉദാഹരണമാണ്. 24 വർഷം ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ട് താൻ കാത്തിരുന്നു. അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ ദൈവം വാഗ്ദത്തങ്ങൾ പുറപ്പെടുവിക്കുവാൻ നിവൃത്തീകരിക്കുവാൻ എടുത്ത സമയം 25-ാമത്തെ വർഷമാണ്. നമ്മൾ ചിലരെങ്കിലും പരാതി പറയുന്നവരാണ്, ദൈവമേ ഞാൻ എത്ര നാളുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, ഞാൻ എത്ര നാളുകൊണ്ട് ഉപവസിക്കുന്നു, ഞാൻ എത്ര നാളുകൊണ്ട് കരയുന്നു, ഞാൻ എത്ര നാളുകൊണ്ട് ദൈവസന്നിധി നിലവിളിക്കുന്നു, പക്ഷേ എനിക്ക് മറുപടി ഒന്നും വരുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നവർ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ടാകാം, എന്നെ കേൾക്കുന്നുണ്ട്, ഉണ്ട്. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്ക് 2 തത്വങ്ങളുണ്ട്. ഒന്ന്, ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്ക് ഒരു സന്ദർശന കാലവുമുണ്ട്, ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്ക് ഒരു സന്ദർശന ദിവസവുമുണ്ട്. സന്ദർശന കാലത്തിൻ്റെ പ്രത്യേകത, ചിലപ്പോൾ വർഷങ്ങളോളം പ്രാർത്ഥിക്കേണ്ടി വരും, വർഷങ്ങളോളം ചിലപ്പോൾ നാം കരയേണ്ടി വരും. ദൈവത്തിൻ്റെ വേലയെ സ്നേഹിക്കുന്നു, ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി നാം സാമ്പത്തിക കൈത്താങ്ങൽ നൽകുന്നു, കർത്താവിൻ്റെ ദാസന്മാരെ ആദരിക്കുന്നു, ദൈവവേലയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ നമ്മൾക്ക് അതെല്ലാം നാം ചെയ്യുന്നുണ്ട്. പക്ഷേ ചില കാതലായ വിഷയങ്ങൾക്ക് മറുപടികളില്ല, വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾക്ക് മറുപടികളില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു തെറ്റും ചെയ്യുന്നില്ല, ദൈവത്തെ സ്നേഹിക്കുന്നു, ദൈവത്തിൻ്റെ വേലയെ സ്നേഹിക്കുന്നു, കർത്താവിൻ്റെ ദാസന്മാരെ കരുതുന്നു, ദൈവത്തിൻ്റെ വേലയ്ക്ക് പറ്റുന്ന എല്ലാ സപ്പോർട്ടും നൽകുന്നു. പക്ഷേ പ്രധാനപ്പെട്ട വിഷയങ്ങൾക്ക് പരിഹാരമില്ല. കാത്തിരിക്കുന്നത് വർഷങ്ങളാണ്.
അങ്ങനെയുള്ളവരോട് ഇന്ന് പകൽ എനിക്ക് പറയാനായിട്ട്, ഈ സമയം എനിക്ക് പറയാനായിട്ടുള്ളത്, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടുത്തേക്ക് നിങ്ങൾ വരണം. വേദപുസ്തകം നിങ്ങൾ പരിശോധിക്കണം. പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ ഒരു സന്ദർശന കാലം ചില വിഷയങ്ങളിലുണ്ട്. ചില വർഷങ്ങൾ നിങ്ങൾ കരയേണ്ടി വരും, ചില വർഷങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടി വരും. തളർന്നു പോകരുത്, മടുത്തു പോകരുത്. നിങ്ങളെ തളർത്തുവാനും നിങ്ങളെ മടുപ്പിക്കുവാനും ഉള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ചുറ്റും ഉണ്ടായിരിക്കും. അതൊരു പക്ഷേ ഭവനത്തിൽ നിന്നാകാം, ഭാര്യയിൽ നിന്നാകാം, ഭർത്താവിൽ നിന്നാകാം, മക്കളിൽ നിന്നാകാം, മരുമക്കളിൽ നിന്നാകാം, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്നാകാം, നിങ്ങൾ ഇടപെടുന്ന ആളുകളിൽ നിന്നാകാം. നിങ്ങളെ മടുപ്പിക്കാൻ അനവധി പ്രതിസന്ധികളും വിഷമങ്ങളും നിങ്ങൾക്കെതിരെ കടന്നു വരും. പക്ഷേ ദൈവം പറഞ്ഞ വാക്കുകൾക്ക് ഒരു മാറ്റവുമില്ല. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ 24 വർഷം താൻ കാത്തിരുന്ന് 24ാമത്തെ വർഷം അബ്രഹാമിനെ കാണാൻ ദൈവം അവിടെ ചെന്നു. അബ്രഹാമിൻ്റെ വീട്ടിൽ ചെന്നു. അബ്രഹാം കൊടുത്ത ഭക്ഷണമൊക്കെ ഭക്ഷിച്ചതിന് ശേഷം പോകാൻ തുടങ്ങുമ്പോൾ അബ്രഹാമിനെ സാറയും വിളിച്ചിട്ട് പറയുകയാണ്, അടുത്ത വർഷം ഇതേ സമയമാകുമ്പോൾ ഞാൻ 24 വർഷം മുമ്പ് നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾക്ക് ഒരു മറുപടി വെളിപ്പെടാൻ പോവുകയാണ്. 24 വർഷം മുമ്പ് നിന്നോട് ഞാൻ പറഞ്ഞ എൻ്റെ ഒരു പ്രവചനം 17-ാം അധ്യായം നാം പഠിക്കുമ്പോൾ അബ്രഹാമിൻ്റെ ദൈവം പറയുന്നു, അബ്രഹാമേ, എനിക്ക് നീയുമായി ഒരു നിയമമുണ്ട്, എനിക്ക് നിന്നോടൊരു നിയമമുണ്ട്. സ്നേഹിത, ദൈവം നമ്മളെ കൈവിടുന്ന ദൈവമല്ലെന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നു. ചില വർഷങ്ങൾ നിങ്ങൾ കാത്തിരിക്കേണ്ടി വന്നാലും നിങ്ങൾ വിജയിക്കും. ക്ഷമയോടെ, സഹിഷ്ണുതയോടെ, പ്രാർത്ഥനയോടെ, കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ നിങ്ങൾ കുറച്ച് കാലം ചില വിഷയങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നെന്ന് വരാം. അതിൻ്റെ അർത്ഥം മറുപടികൾ താമസിക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങളെ ദൈവം കൈവിട്ടു എന്നുള്ളതല്ല. നിങ്ങളെ ഒരത്ഭുത വിഷയമാക്കി തീർക്കാനായിട്ടാണ്, നിങ്ങളെ ഒരു ദൃഷ്ടാന്തമാക്കാനായിട്ടാണ്. ഇപ്പോൾ യേശു ക്രിസ്തുവിലെ വിശ്വാസത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് പൗലോസ് റോമിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ദൈവദാസൻ പൗലോസ് എടുത്തു കാട്ടുന്നത് അബ്രഹാമിൻ്റെ വിശ്വാസമാണ്. നിങ്ങളെ ഒരു ദൃഷ്ടാന്തമാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. മറ്റു പലർക്കും നിങ്ങളൊരു ഉദാഹരണമാക്കാൻ സർവശക്തനായ ദൈവം ആഗ്രഹിക്കുന്നു. അബ്രഹാമിൻ്റെ ജീവിതത്തിലെ സാഹചര്യം, ഈ വാഗ്ദത്തം അബ്രഹാമിൻ്റെ മേൽ വരുമ്പോൾ ഇവിടെ അബ്രഹാമിനെ കുറിച്ച് പൗലോസ് പറയുന്നു, താൻ ഏകദേശം 100 വയസ്സുള്ളവനാണ്, തൻ്റെ ശരീരം നിർജീവമായിപ്പോയി. സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം താൻ ഗ്രഹിച്ചു. എന്നിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. എന്നെ അത്ഭുതപ്പെടുത്തുന്ന വാക്കുകളാണത്. ഞാൻ പലപ്പോഴും വാക്യങ്ങൾ വായിച്ച് വിശ്വാസത്തിൽ പരിശോധനകളൊക്കെ ഞങ്ങൾക്കും വരും. ആ സമയത്ത് ഇങ്ങനെയുള്ള വചനങ്ങൾ ധ്യാനിച്ചും പ്രാർത്ഥിച്ചും ബലപ്പെടുവാൻ കർത്താവ് സഹായിച്ചിട്ടുണ്ട്. There is no any possibility. സാധ്യതകളുടെ ഒരു തരുമ്പുമില്ല. ഒന്നും നടക്കില്ല, ഒരു കാര്യവും നടക്കില്ല. പക്ഷേ യേശുവിൻ്റെ നാമത്തിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുന്നു, എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ നടക്കില്ലെന്ന് പറയുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നടത്തും. നിങ്ങളുടെ തലമുറകളിൽ ദൈവം അത് നടത്തും. നിങ്ങളുടെ ബിസിനസ്സിൽ ദൈവം അത് നടത്തും. നിങ്ങളുടെ ജോലിയിൽ അത് ദൈവം നടത്തും. എത്ര ശക്തര് നിങ്ങൾക്കെതിരെ നിന്നെന്ന് പറഞ്ഞാലും വാഗ്ദത്തം പറഞ്ഞത് നിങ്ങൾ സേവിക്കുന്ന ദൈവമാണെങ്കിൽ ഉറപ്പായിട്ട് എനിക്ക് പറയാൻ കഴിയും, അത് നടന്നിരിക്കും. നിങ്ങൾക്കറിയാവോ, ഈ അബ്രഹാം വാക്കുകൾ വിശ്വസിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു. പൗലോസ് ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട്, മണ്ണിൽ നിന്ന് ഒരു മനുഷ്യനെ ഉണ്ടാക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ, അസ്ഥിയിൽ നിന്നൊരു സ്ത്രീയെ ഉണ്ടാക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ, കന്യകയിലൂടെ ഒരു കർത്താവിനെ നമുക്ക് തരാൻ കഴിയുമെങ്കിൽ, അസാധ്യതകളുടെ ഏത് തലത്തിൽ ഞാനും നിങ്ങൾ നിന്നാലും ദൈവം എന്നോടും നിങ്ങളോടും പറഞ്ഞ വാക്കുകൾ നിവൃത്തീകരിക്കപ്പെടാനുള്ള സാധ്യതകൾ മാനുഷികമായി നമ്മുടെ മുമ്പിൽ ഇല്ലെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ ആവർത്തിച്ച് പറയട്ടെ പ്രിയരെ. മണ്ണിൽ നിന്നൊരു മനുഷ്യനെ ഉണ്ടാക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ, അസ്ഥിയിൽ നിന്നൊരു സ്ത്രീയെ ഉണ്ടാക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ, കന്യകയിലൂടെ നമ്മുടെ ലോകരക്ഷിതാവായ വീണ്ടെടുപ്പുകാരനായ യേശു ക്രിസ്തുവിനെ നമുക്ക് തരാൻ നമ്മുടെ ദൈവത്തിന് കഴിയുമെങ്കിൽ, ഇന്ന് നിങ്ങൾ നേരിടുന്ന ഏത് പ്രതിസന്ധികളുടെ നടുവിലും ദൈവത്തിന് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ കഴിയും. ഇപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തികളുടെ ഒരു വശമാണ് സന്ദർശന കാലം. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അത് 25 വർഷമായിരുന്നു. മറ്റൊരു വശമാണ് സന്ദർശന ദിവസം. മറ്റൊരു തലം ദൈവത്തിൻ്റെ പ്രവൃത്തികളുടെ 2 വശങ്ങൾ ഞാൻ അതാ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ.
ഒന്ന്, ദൈവം പറഞ്ഞ വാഗ്ദത്തം 25 വർഷം അബ്രഹാം കാത്തിരുന്നു. അത് സന്ദർശന കാലമാണ്, സന്ദർശന ദിവസമുണ്ട്. ഇപ്പോൾ ദൈവം പ്രവർത്തിച്ചില്ലെങ്കിൽ, ഇന്ന് ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചില്ലെങ്കിൽ, ഈ സെക്കൻഡിൽ എനിക്ക് വേണ്ടി ഒരു ദൈവകാരം വെളിപ്പെട്ട് വന്നില്ലെങ്കിൽ ഇനി ഞാനില്ല എന്ന് ചിന്തിക്കുന്ന ചില വിഷയങ്ങൾ. അതാണ് ദൈവത്തിൻ്റെ സന്ദർശന ദിവസം. ദൈവത്തിൻ്റെ സന്ദർശന ദിവസത്തിൻ്റെ പ്രത്യേകത ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറയാം വേദപുസ്തകത്തിലൂടെ. പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം, നയിൻ എന്ന പട്ടണത്തിലെ വിധവയുടെ ഏകജാതനായ മകൻ, അവൻ മരണപ്പെട്ടു. നമുക്ക് ആ വിശേഷണങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ആ വീട്ടിലെ അവസ്ഥകൾ അറിയാം. ഭർത്താവ് മരിച്ചുപോയ ഒരു വിധവയായ സ്ത്രീ, അവർക്ക് ആകെയുള്ള ഒരു ആൺമകൻ, അവനും മരണപ്പെട്ടു. നയിൻ എന്ന വാക്കിൻ്റെ അർത്ഥം മനോഹരമെന്നാണ്, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ എന്നാണ്. പക്ഷേ യേശു ക്രിസ്തുവും കൂട്ടരും കൂടെ നയിൻ എന്ന പട്ടണത്തിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുമ്പോൾ ആ പട്ടണത്തിൽ കേൾക്കുന്നതെല്ലാം വേർപാടിൻ്റെ സങ്കടങ്ങളും ദുഃഖങ്ങളും വിലാപങ്ങളും ഹൃദയത്തെ തകർക്കുന്ന കാഴ്ചകളുമാണ്. പട്ടണത്തിൻ്റെ പേര് മനോഹരമെന്നിരിക്കെ അതിനകത്ത് കേൾക്കുന്നതെല്ലാം വേദനയും ദുഃഖങ്ങളുമാണ്. ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് പറയാനായിട്ട് ഉണ്ട്, പക്ഷേ ഈ മീഡിയയിലൂടെ ഞാനത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, പല വീടുകളുടെയും പേരുകൾ നല്ലതാണ്, വീടിൻ്റെ അഡ്രസ്സ് മനോഹരമാണ്, വീടുകളെല്ലാം ഇരിപ്പും മട്ടും ഭാവവും എല്ലാം നല്ലതാണ്, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. പക്ഷേ മനോഹരമെന്ന് വിശേഷിപ്പിക്കുന്ന പലയിടത്തും ഉയരുന്നത് സങ്കടങ്ങളും വേദനകളുമാണ്. പരിഹാരമില്ലാത്ത അനവധി വിഷയങ്ങൾ നിമിത്തം പലയിടത്തും ഉറക്കമില്ല, പല ഭവനങ്ങളിലും പ്രശ്നങ്ങൾ, കുടുംബജീവിതം തകർന്നുകൊണ്ടിരിക്കുന്നു. സഞ്ചരിക്കാൻ വാഹനങ്ങൾ, മാറി മാറി ഉപയോഗിക്കാൻ വാഹനങ്ങളുണ്ട്, മനോഹര ഭവനങ്ങളുണ്ട്, ജോലിയുണ്ട്, ബാങ്കിൽ ഇഷ്ടംപോലെ ഡെപ്പോസിറ്റ് ഉണ്ട്, ഇഷ്ടംപോലെ ബാലൻസ് ഉണ്ട്, പലയിടത്തും സ്ഥലങ്ങളുണ്ട്, വസ്തുവകകളുണ്ട്, സമ്പത്തുണ്ട്. പക്ഷേ സ്വസ്ഥത അനുഭവിച്ചിട്ട് എത്രയോ നാളുകളായി. എൻ്റെ സ്നേഹിത, ഇന്ന് പകൽ നിങ്ങളുടെ ഭവനത്തിൻ്റെ പേര് മനോഹരമായിരിക്കാം, ഭവനത്തിൻ്റെ അഡ്രസ്സ് നല്ലതായിരിക്കാം, നിങ്ങൾ വലിയൊരു കുടുംബത്തിൽ ജനിച്ച ആളാകാം, നിങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് ധനികരും മറ്റെല്ലാവരും ശ്രേഷ്ഠരായ ആളുകളുണ്ടാകാം, സമൂഹത്തിൽ ഉന്നതരായ പൊസിഷനിൽ നിൽക്കുന്ന ആളുകൾ നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകാം, നിങ്ങളുടെ സഹോദരങ്ങളാകാം. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ ദുഃഖകരമായ സാഹചര്യങ്ങൾ വരുന്നു എന്ന് ചോദിച്ച് നിങ്ങൾ സങ്കടപ്പെടുന്നെങ്കിൽ എനിക്ക് പറയാൻ, ദൈവത്തിൻ്റെ വചനം പറയുന്ന ഒരു ദൈവത്തിൻ്റെ ദാസൻ എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരൊറ്റ കാര്യം, യേശു നിങ്ങളെ തേടി വരാൻ സമയമായി. കർത്താവ് നിങ്ങളുടെ വീട്ടിലേക്ക് വരാൻ സമയമായി. ഇവിടെ നയിൻ എന്ന പട്ടണത്തിലേക്ക് യേശു കർത്താവും കൂട്ടരും പ്രവേശിക്കുമ്പോൾ ആ പട്ടണത്തിൽ നിന്ന് കേൾക്കുന്ന ശബ്ദം വളരെ വേദനയുടെയും ദുഃഖത്തിൻ്റെയും ശബ്ദമാണ്. നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്, കർത്താവ് അവിടെ ചെന്നു സങ്കടങ്ങൾ അറിഞ്ഞപ്പോൾ, ആ സഹോദരിയുടെ കണ്ണുനീര് കണ്ടപ്പോൾ, അവസ്ഥ മനസ്സിലാക്കിയപ്പോൾ, ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ട് സൗഖ്യമാക്കാമെന്ന് യേശു ക്രിസ്തു പറഞ്ഞില്ല. കർത്താവിനറിയാം സിറ്റുവേഷൻ എന്താണെന്ന്. ആ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് ആ മഞ്ചത്തിൽ യേശു കർത്താവ് തൊട്ടു. ആ മഞ്ചത്തിൽ തൊട്ട ഉടനെ മരിച്ച മനുഷ്യൻ എഴുന്നേറ്റ് സംസാരിക്കാൻ തുടങ്ങി. കാരണങ്ങളില്ലാതെ നിങ്ങളെ കരയിപ്പിക്കുന്ന ഒത്തിരി മഞ്ചങ്ങളുണ്ടെന്ന്, കാരണങ്ങളില്ലാതെ നിങ്ങളെ കരയിപ്പിക്കുന്ന അനവധി മഞ്ചങ്ങളുണ്ട്. വിശ്വസിക്കാവോ? യേശു ഇന്ന് ആ മഞ്ചത്തിൽ തൊടാൻ പോവുക. സ്തോത്രം. കർത്താവ് നിങ്ങളെ ഒന്ന് തൊടാൻ പോവുക. ആ മഞ്ചത്തിൽ, നിങ്ങളെ കരയിപ്പിക്കുന്ന മഞ്ചത്തിൽ ദൈവം തൊടാൻ പോവുക. നിങ്ങൾ കേൾക്കുന്ന ഈ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാവോ? യേശു ക്രിസ്തുവിന് യാഥാർത്ഥ്യങ്ങൾക്കും അപ്പുറത്തേക്ക് പോകാൻ കഴിയും. പല യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ നിങ്ങൾ പകച്ചു നിൽക്കുന്ന ആളാകാം, പല യാഥാർത്ഥ്യങ്ങളും കണ്ട് നിങ്ങൾ പകച്ചു നിൽക്കുന്ന ആളാകാം, പല യാഥാർത്ഥ്യങ്ങളും കണ്ട് നിങ്ങൾ ആദി കയറി നിൽക്കുന്ന ആളാകാം. പക്ഷേ യേശുവിൻ്റെ പ്രത്യേകത, കർത്താവിന് യാഥാർത്ഥ്യങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകാൻ കഴിയും, യാഥാർത്ഥ്യങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകാൻ കഴിയും. ഞാൻ ആവർത്തിക്കുന്നു, യേശുവിന് യാഥാർത്ഥ്യങ്ങൾക്കും അപ്പുറത്തേക്ക് പോകാൻ കഴിയും. മരിച്ച് അടക്കപ്പെട്ട് 4 ദിവസം കഴിഞ്ഞ് ലാസറിൻ്റെ കല്ലറ ഒരു യാഥാർത്ഥ്യമായി മനുഷ്യരുടെ മുമ്പിൽ നിൽക്കുന്നു. യേശു ക്രിസ്തു ആ വീട്ടിലില്ലായിരുന്നു, വന്നില്ലായിരുന്നു. കർത്താവ് വന്നപ്പോൾ 4 ദിവസം കഴിഞ്ഞു. നിങ്ങൾക്കറിയാവോ, ആ കല്ലറയുടെ മുമ്പിൽ യേശു കർത്താവ് പോയി നിന്നു. കൂടെ നിൽക്കുന്നവരെല്ലാം ഒരു വലിയ യാഥാർത്ഥ്യം യേശുവിനെ ധരിപ്പിച്ചു, ലാസർ മരിച്ചു, നീ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എന്ന് ലാസറിൻ്റെ സഹോദരിമാർ പറഞ്ഞു, വിശേഷിച്ച് മാർത്ത പറഞ്ഞു. ആളുകളെല്ലാവരും ഇങ്ങനെ പല കമൻറ്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കുക. യേശുവിനെ നന്നായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു. ഇന്നടത്ത് കൊണ്ടടക്കി ഈ കല്ലറയിലാണ് അടക്കം ചെയ്തിരിക്കുന്നത്, 4 ദിവസമായി, ഇനി ഒരു രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞു. യാഥാർത്ഥ്യങ്ങൾ യേശുവിനെ ധരിപ്പിച്ചുകൊണ്ടിരിക്കുക.
യാഥാർത്ഥ്യങ്ങൾ യേശുവിനെ ധരിപ്പിച്ചുകൊണ്ടിരിക്കുക ആളുകൾ. ആ യാഥാർത്ഥ്യത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് യേശു കർത്താവ് വിളിച്ചു പറഞ്ഞു, ലാസർ പുറത്തു വാ. മരിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യം, 4 ദിവസമായി എന്നുള്ളത് യാഥാർത്ഥ്യം, ഒരു സാധ്യതകളുടെ ഒരു തരുമ്പുമില്ലെന്നുള്ളത് യാഥാർത്ഥ്യം, ഒരു മനുഷ്യനും ലോകത്തിലൊരു വ്യക്തിക്കും ഇനി ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം അങ്ങനെ നിൽക്കെ യേശു ആ യാഥാർത്ഥ്യത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, പുറത്തു വാ. ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ ഈ സമയം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, ചില യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ നിങ്ങൾ പകച്ചു നിൽക്കുന്ന ആളാണ്, എനിക്കറിയാം. പക്ഷേ നിങ്ങളുടെ യാഥാർത്ഥ്യങ്ങളെ ഒന്നും ഞങ്ങൾ അവഗണിക്കുന്നില്ല, യേശുവും അതിനെ അവഗണിക്കുന്നില്ല. പക്ഷേ യേശു യാഥാർത്ഥ്യങ്ങൾക്ക് അപ്പുറത്തേക്ക് വരുന്ന ദൈവമായതുകൊണ്ട് ഇന്ന് നിങ്ങൾ നേരിടുന്ന ആ യാഥാർത്ഥ്യങ്ങളുടെ വേദന എൻ്റെ കർത്താവ് പരിഹരിക്കാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഈ വചനം ഏറ്റെടുത്തുകൊള്ളുക. വിശ്വസിക്കുന്നെങ്കിൽ ഈ വചനം ഏറ്റെടുത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊള്ളുക. ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്ന് ഈ വചനം നിങ്ങൾ കേൾക്കുന്നെങ്കിലും, എനിക്കറിയാം ഏത് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ല, എവിടെ നിന്ന് നിങ്ങൾ ഈ വചനം കേൾക്കുന്നുവോ, എവിടെ ഇരുന്ന് കേൾക്കുന്നുവോ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ ഈ വചനം ഏറ്റെടുത്ത് കൊള്ളുക. യേശുവിന് യാഥാർത്ഥ്യങ്ങൾക്ക് അപ്പുറത്തേക്ക് വരാൻ കഴിയും. യേശുവിന് യാഥാർത്ഥ്യങ്ങൾക്ക് അപ്പുറത്തേക്ക് വരാൻ കഴിയും. യായിറോസിൻ്റെ മകൾ മരിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷേ യേശു ആ മരണത്തിൻ്റെ പിടിയിലമർന്ന് മരണത്തിന് ദുഃഖം അനുഭവിക്കുന്ന, വേർപാടിന് ദുഃഖം അനുഭവിക്കുന്ന ഭവനത്തിൽ ചെന്നിട്ട് ബാല എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. യേശു കർത്താവിൻ്റെ അത്ഭുതങ്ങളെല്ലാം നമുക്ക് സുവിശേഷങ്ങളിലൂടെ കാണാൻ കഴിയുന്നുണ്ട്. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടവരായി യേശുവിൻ്റെ അടുക്കൽ വന്നേ, സാധ്യതകൾ നഷ്ടപ്പെട്ടവരായി യേശുവിൻ്റെ അടുക്കൽ വന്നേ, ഇനി ഒരു ചാൻസ് ഇല്ലെന്ന് പറഞ്ഞ പലരും യേശുവിൻ്റെ അടുക്കൽ വന്നേ. പ്രൈസ് ഗാഡ്. പക്ഷേ ഇന്ന് പകൽ ഞാൻ വളരെ വ്യക്തമായിട്ട് ഈ സമയം നിങ്ങളോട് ഞാൻ പറയുന്നു, സാധ്യതയില്ലാത്തിടത്ത് എൻ്റെ യേശുവിന് സാധ്യതകൾ വെളിപ്പെടുത്താൻ കഴിയും, സാധ്യതകൾ കൊണ്ടുവരാൻ കഴിയും. യേശുവിന് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും. എന്നും കേൾക്കുന്ന ലാഘവത്തോടുകൂടെ നിങ്ങൾ ഈ മെസ്സേജ് കേൾക്കരുത്. യാഥാർത്ഥ്യങ്ങൾക്കപ്പുറത്തേക്ക് യേശു നിങ്ങളെ കൈപിടിച്ച് കൊണ്ടുപോകാൻ പോവുകയാണ്. നിങ്ങൾ നേരിടുന്ന യാഥാർത്ഥ്യങ്ങൾക്കപ്പുറത്തേക്ക് കർത്താവിന് നിങ്ങളെ കൊണ്ടുപോകാൻ കഴിയും. നിങ്ങൾ വിഷമിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ, ഒരുപക്ഷെ യാഥാർത്ഥ്യം അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്, അതിൻ്റെ ഒന്നും വില കുറച്ച് കാണുന്നില്ല. യേശു നിങ്ങളെ യാഥാർത്ഥ്യങ്ങൾക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ സന്ദർശന ദിവസം, സന്ദർശന കാലം, അബ്രഹാമിൻ്റെ വിശ്വാസം എടുത്തു കാട്ടി പൗലോസ്ലീഹ വിളിച്ചു പറയുന്നു, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കണം. ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് എന്താണ്? കർത്താവ് അനുവദിച്ചാൽ അടുത്ത എപ്പിസോഡിൽ നമ്മൾ ആ വിശ്വാസം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. വിശ്വാസം എന്നുള്ളതൊരു വലിയ വിഷയമാണ്. കർത്താവ് വിശ്വാസത്തെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കർത്താവിൻ്റെ ശിഷ്യന്മാർ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തലന്മാർ യേശുക്രിസ്തുവിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വിശ്വാസം എന്താണെന്ന് നമ്മൾ വചനത്തിലൂടെ പഠിക്കാൻ പോവുകയാണ്. കർത്താവിൻ്റെ വരെ താമസിച്ചാൽ അടുത്ത എപ്പിസോഡിൽ നമുക്ക് യേശുക്രിസ്തുവിലെ വിശ്വാസത്തിൻ്റെ പ്രസക്തി അത് പറഞ്ഞ് തരേണ്ട കാര്യമില്ല. പക്ഷേ വിശ്വാസം എന്താണെന്ന് മനസ്സിലാക്കിയെങ്കിലേ വിശ്വാസത്തിലൂടെ നമുക്ക് അത്ഭുതങ്ങൾ സ്വീകരിക്കാൻ കഴിയത്തുള്ളൂ. അതെന്താണെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പഠിക്കാം. ഈ സമയം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വിശേഷാൽ ഇന്ന് കേട്ട വചനം നിങ്ങൾ കേട്ടല്ലോ. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഒരു ജീവിതമുണ്ട്. അബ്രഹാമിൻ്റെ വിശ്വാസം എടുത്ത് പറഞ്ഞ് പൗലോസ്ലീഹ നല്ല നിലയിൽ ആ വിശ്വാസത്തിൻ്റെ അനുഭവങ്ങളെ നമുക്ക് തരുന്നുണ്ട്. അബ്രഹാമിൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥകൾ പറഞ്ഞിട്ട് പറഞ്ഞു, ദൈവം അത്ഭുതം ചെയ്യാൻ ശക്തനാണെന്ന് അബ്രഹാം വിശ്വസിച്ചു. നമ്മളിവിടെ വചനം വായിക്കുമ്പോൾ അത് അവൻ വിശ്വസിച്ചു എന്ന് പറയുന്ന അവനെ വിചാരിച്ച് മാത്രമല്ല, നമ്മെ വിചാരിച്ചും കൂടെയാകുന്നു എന്നും പൗലോസ് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വിശ്വസിക്കാം, അത്ഭുതങ്ങൾ പ്രതീക്ഷിച്ച് പ്രാർത്ഥിക്കാം. യാഥാർത്ഥ്യങ്ങൾ കണ്ട് ഭയപ്പെട്ട് നിൽക്കേണ്ട, അതിനപ്പുറത്തേക്ക് നമ്മളെ കൊണ്ടുപോകാൻ കഴിയുന്ന യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് ഈ സമയം അടുത്ത് ചെല്ലാം. കണ്ണുകളടച്ചാട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, യാഥാർത്ഥ്യങ്ങൾ കണ്ട് പകച്ചു നിൽക്കുന്ന ഒത്തിരി പേര് ഈ വചനം കേട്ടിട്ടുണ്ട്. യേശുവിൻ്റെ ഒരു വാക്കിന് അവിടെ അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ശ്രോതാക്കളുടെ മുമ്പിൽ തടസ്സങ്ങളായി നിൽക്കുന്ന എല്ലാ പ്രതികൂലങ്ങളെയും ഞാൻ ശാസിച്ച് അമർത്തുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ജനത്തിൻ്റെ മേൽ ഞങ്ങൾ അനുഗ്രഹം കൽപ്പിച്ചാക്കുന്നു. അവരുടെ യാഥാർത്ഥ്യങ്ങൾ, വേദനിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങൾക്ക് അപ്പുറത്തേക്ക് വരാൻ കഴിയുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ചെന്നവരെ വിടുവിച്ചിരിക്കാൻ സ്തോത്രം.
വിശ്വാസത്തിൻ്റെ പുത്തൻ അനുഭവങ്ങളുമായി കർത്താവിനെ സേവിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. യേശു അപ്പച്ചൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പ്രാർത്ഥനയോടുകൂടെ ഞങ്ങളെ അറിയിക്കുക. ഇവിടെ ഈ സ്ക്രീനിൽ കാണുന്ന ടെലിഫോൺ നമ്പറുകൾ പ്രാർത്ഥനാ വിഷയങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിച്ചാട്ട് നിങ്ങളെ വിളിച്ച് പറഞ്ഞാട്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കും. പ്രാർത്ഥന വിഷയങ്ങൾക്ക് ദൈവം മറുപടി തരും. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. വീണ്ടും നമ്മൾ കാണുന്നവരെയും അത്യുന്നതനായ ദൈവത്തിൻ്റെ ചിറകിൻ്റെ മറവിൽ സർവശക്തനായ ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.